നമസ്കാരം. പൃഥ്വിരാജ് പ്രധാന വേഷത്തിൽ അഭിനയിച്ച റോബിൻ ഹുഡ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകനാണ് ജോഷി. ഒടുവിൽ സംവിധായകൻ്റെ വീട്ടിലും ബീഹാറിൽ നിന്നും ഒരു റോബിൻ ഹുഡ് എത്തി. പക്ഷേ കേരള പോലീസിൻ്റെ കരുതൽ അവനെ അതിവേഗം കുടുക്കി. ജോഷിയുടെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതി കൊടും കുറ്റവാളി ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാനാണ് പിടിയിലായത്. കർണാടക പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച 1 കോടി വില വരുന്ന വജ്ര സ്വർണ്ണാഭരണങ്ങൾ ഇയാളിൽ നിന്ന് കണ്ടെത്തി. പോലീസിൻ്റെ അതിവേഗ നീക്കമാണ് ഇതിന് കാരണം. 12 സംസ്ഥാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കള്ളനാണ് ഇയാൾ. ലക്ഷറി കാറുകളിൽ കറങ്ങി നടന്ന് താല്പര്യം തോന്നുന്ന വീടുകളിൽ കവർച്ച നടത്തുന്ന സ്വഭാവമാണ് ഇയാൾക്ക്. നാട്ടുകാരെ കൈയയച്ച് സഹായിക്കും. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ പിന്തുണ ഇയാൾക്കുണ്ട്. 12ഓളം സംസ്ഥാനങ്ങളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇർഫാൻ എന്നാണ് സൂചന. കൊച്ചി പോലീസ് 4 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വലയിലായത്. ബീഹാറിലെ റോബിൻ ഹുഡ് എന്നാണ് ഇർഫാൻ അറിയപ്പെടുന്നത്. ജോഷിയുടെ വീട്ടിലെ CCTV ദൃശ്യങ്ങളും മറ്റൊരു CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ച മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഒരു കാറിൻ്റെ ദൃശ്യങ്ങളുമാണ് പ്രതിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഈ കാർ പോയ വഴികൾ തേടി കേരള പോലീസ് നീങ്ങുകയായിരുന്നു. ഈ കാർ കർണാടക അതിർത്തി കടന്നുവെന്നും മനസ്സിലായി. കർണാടക പോലീസിന് വിവരം കൈമാറുകയും ഉടുപ്പിയിൽ വെച്ച് ഇർഫാനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കർണാടക പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള ഇയാളെ അവിടെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമാകും കേരള പോലീസിന് കൈമാറുക. ഇയാളുടെ കൂടുതൽ സംഘാംഗങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ് പോലീസ് നിഗമനം. ഇതേക്കുറിച്ചും അന്വേഷണം തുടരും. പോലീസിന് വർഷങ്ങളോളം തലവേദനയായി തുടരുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് സ്വന്തം സംസ്ഥാനമായ ബീഹാറിലെ 7 ഗ്രാമങ്ങളിൽ കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിക്കുകയും പാവപ്പെട്ടവരെ അവരുടെ പെൺമക്കളുടെ വിവാഹം നടത്താൻ ഉദാരമായി സഹായിക്കുകയും ചെയ്യുന്ന നന്മമരമാണെന്നും അറിയുന്നു. ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഭാര്യ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കരുതലിലാണ്. ബീഹാറിലെ സീതാമർഹി ജില്ലയിൽ താമസിക്കുന്ന മുഹമ്മദ് ഇർഫാൻ ഗ്രാമങ്ങളിൽ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനുമായി മോഷ്ടിച്ച തുക ഉദാരമായി ചെലവഴിക്കുകയായിരുന്നു. മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതുവരെ പ്രാദേശിക ഗ്രാമവാസികൾക്ക് ഇയാൾ ഒരു കള്ളനാണെന്നറിയില്ലായിരുന്നു. ഇർഫാൻ 1 കോടി രൂപ ചെലവഴിച്ച് 7 ഗ്രാമങ്ങളിൽ റോഡുകൾ നിർമ്മിച്ചു. ഡസൻ കണക്കിന് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുത്തു. ഒരു ക്യാൻസർ രോഗിക്ക് 20 ലക്ഷം രൂപ സംഭാവന നൽകി. കൂടാതെ തൻ്റെ പ്രദേശത്തെ നിരവധി പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ഫീസും ഇർഫാൻ നൽകിയെന്ന് പ്രദേശവാസികൾ പറഞ്ഞിരുന്നതായി ദേശീയ മാധ്യമങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലവട്ടം ഇയാൾ അറസ്റ്റിലാകുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി 26ഓളം കേസുകളുണ്ട്. UP, ഡൽഹി, പഞ്ചാബ്, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളോടാണ് കൂടുതൽ താൽപ്പര്യം. സ്വർണ്ണ വജ്രാഭരണങ്ങൾ നഷ്ടമായി. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് ഇയാൾ സ്വർണ്ണ വജ്രാഭരണങ്ങളാണ് മോഷ്ടിച്ചത്. 1 കോടി രൂപയുടെ കവർച്ചയാണ് നടത്തിയത്. സ്വർണ്ണാഭരണങ്ങൾ, വജ്ര നെക്ലേസ്, വാച്ചുകൾ എന്നിവയടക്കം മോഷ്ടിച്ചു. എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. വിരലടയാള വിദഗ്ധരടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പോലീസ് പ്രതിയായ ഇർഫാനിലേക്ക് എത്തിയത്. 1 കോടിയിലേറെ വിലമതിക്കുന്ന സ്വർണ്ണ വജ്ര ആഭരണങ്ങളാണ് ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയത്. തൊപ്പി ധരിച്ചെത്തിയ മോഷ്ടാവ് ജനലിന് സമീപത്ത് എത്തുന്നതും ജനൽ തുറക്കുന്നതുമായ ദൃശ്യങ്ങളാണ് CCTVയിൽ കണ്ടത്. ഇതിനുശേഷമുള്ള ദൃശ്യങ്ങൾ ലഭിച്ചില്ല. മോഷ്ടാവ് CCTV ക്യാമറകൾ മറുവശത്തേക്ക് തിരിച്ചു വച്ചതിനാലാണ് ഇതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കയ്യുറ ധരിച്ചാണ് ഇർഫാൻ എത്തിയത്. ഒരാളുടെ ചിത്രം മാത്രമാണ് കിട്ടിയതെങ്കിലും 1ലേറെ പേർ കവർച്ചയിൽ പങ്കെടുക്കാനുള്ള സാധ്യത പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അടുക്കള ജനലിൻ്റെ കമ്പികൾ വളച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. മുകളിലത്തെ നിലയിലുള്ള ആളില്ലാത്ത 2 മുറികളിലെ ലോക്കർ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. പനമ്പള്ളി നഗറിലെ 10B ക്രോസ് റോഡ് സ്ട്രീറ്റ് ബിയിലെ അഭിലാഷത്തിൽ വെള്ളിയാഴ്ച രാത്രി 1:30നും 2:00നും ഇടയിലാണ് മോഷണം നടന്നത്.